ശബരിമലയിൽ പുതിയ കൊടിമരം സ്ഥാപിച്ചത് ദേവപ്രശ്ന വിധിപ്രകാരമാണെന്ന് സ്ഥിരീകരണം. കൊടിമരത്തിന് ജീർണതയെന്നായിരുന്നു ദേവപ്രശ്നം. ദേവപ്രശ്നത്തിന്റെ ചാർത്താണ് ഇപ്പോൾ പുറത്തുവന്നത്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡല്ല കൊടിമരം പുനർനിർമ്മാണം എന്ന തീരുമാനമെടുത്തത് എന്നാണ് സ്ഥിരീകരണം. 2014 ജൂൺ 18 കൊടിമരം പുനർനിർമ്മാണം നിർദ്ദേശിച്ച ദേവപ്രശ്നം. MP ഗോവിന്ദൻ നായരുടെ ബോർഡാണ് കൊടിമരം പുനർനിർമ്മാണം സംബന്ധിച്ച തീരുമാനമെടുത്തത്. തീരുമാനം നടപ്പാക്കുകയാണ് പിന്നീടെത്തിയ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡ് ചെയ്തത് എന്നാണ് സ്ഥിരീകരണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുൻ റാന്നി MLA യും നിലവിലെ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായ രാജു എബ്രഹാമും സന്ദർശനം നടത്തിയ ചിത്രങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചു. ഇരുവരും ജനപ്രതിനിധികളായിരിക്കെയാണ് സന്ദർശനം നടത്തിയത്. കൊല്ലം പത്തനാപുരത്ത് പോലീസ് വാഹനം ഇടിച്ചു തകർത്ത ശേഷം കടന്നുകളഞ്ഞ പ്രതി സജീവിനെ സാഹസികമായി പിടികൂടി പോലീസ്. തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കൊല്ലം പത്തനാപുരം പിടവൂരിൽ വെച്ചാണ് ഇയാൾ സ്വന്തം ജീപ്പ് ഉപയോഗിച്ച് പോലീസ് വാഹനം ഇടിച്ചു തകർക്കുകയും ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണം ജുഡീഷ്യൽ റിവ്യൂവിന് പോലും അതീതമാണോ എന്ന ചോദ്യവുമായി സുപ്രീംകോടതി. രാജ്യവ്യാപക SIR നടപടികൾ ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിക്കവേ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ചോദ്യം ഉന്നയിച്ചത്. നടപടികൾ സ്വാഭാവിക നീതിയുടെ തത്വങ്ങൾക്ക് അനുസൃതവും ന്യായയുക്തവുമായിരിക്കണമെന്ന് ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി പറഞ്ഞു. പൗരത്വം പരിശോധിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് വേണ്ടി മാത്രമാണെന്നും നാടുകടത്താനല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഉദാരവും സമ്മർദ്ദവും ഇല്ലാതെയാണ് പ്രവർത്തനങ്ങളെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെട്ടു. പാലക്കാട് മൂടപ്പല്ലൂരിൽ ബാങ്ക് ജപ്തി ചെയ്ത വീടിന്റെ പൂട്ട് പൊളിച്ച് വീട്ടുകാരെ അകത്ത് കയറ്റി DYFI. രാത്രി പെരുവഴിയിലായ സ്വാമിനാഥനെയും കുടുംബത്തെയും DYFI മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വീടിനകത്ത് കയറ്റിയത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും എടുത്ത ലോൺ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ജപ്തി നടപടി വന്നത്. ഇന്നലെ ഉച്ചയോടെയാണ് ബാങ്ക് ജപ്തി നടപടികൾ പൂർത്തിയാക്കിയത്. പെരുവഴിയിലായ കുടുംബത്തെ DYFI മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാത്രിയിൽ വീടിന്റെ പൂട്ടുപൊളിച്ച് അകത്ത് കയറ്റിയത്. കുടുംബത്തിന് എല്ലാവിധ സഹായവും നൽകുമെന്ന് DYFI പ്രാദേശിക നേതൃത്വം അറിയിച്ചു.